ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റിസപ്ഷൻ, ഒരു പാർട്ടി കൈൻഡ് ഓഫ് മേക്കപ്പ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഹെയറൊക്കെ ഒന്ന് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ മേക്കപ്പിനെ ബാധിക്കരുതല്ലോ. അതിനുശേഷം ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യലാണ്. ഞാനൊരു വെറ്റ് വൈപ്പ് എടുത്തിട്ടുണ്ട്. വെറ്റ് വൈപ്പ് എടുത്തിട്ട് നന്നായിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഡേർട്ട് കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. സോ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ സ്റ്റെപ്പും ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ല ഡേർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഞാൻ ഈ തൂത്തുവാരി തുടയ്ക്കുന്നത്. ഞാൻ മെല്ലെയാണ് കേട്ടോ തുടയ്ക്കുന്നത്, പക്ഷേ കണ്ടാൽ കുറച്ച് ഹാർഷായിട്ട് തോന്നും. അപ്പോൾ ഒരു നനവുണ്ടാകും ഫേസിൽ. അതൊക്കെ ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ. അതിനുശേഷം ഞാൻ ഡ്രൈ ആകാൻ വേണ്ടി വെച്ചതാട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസിങ് ആണ്. ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം എടുത്തിട്ട് ഞാൻ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് പ്രൈമർ ആപ്ലിക്കേഷനാണ്. എൻ്റെ കയ്യിലുള്ളത് ഒരു ഇലൂമിനേറ്റിംഗ് പ്രൈമറാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പോഴ്സൊക്കെ മിനിമൈസ് ചെയ്യാനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. എനിക്ക് കൂടുതലും പോഴ്സ് ഉള്ള ഏരിയാസ് എന്ന് പറഞ്ഞാൽ നോസിൻ്റെ ആ ഒരു ഭാഗം, പിന്നെ ചീക്കിൻ്റെ ആ ഒരു സൈഡിലുള്ള ഒരു ഭാഗം, അവിടെയൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ടും പോഴ്സ് ഉള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യാം. പോഴ്സൊക്കെ മിനിമൈസ് ചെയ്യാൻ ഇത് അടിപൊളിയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ പോയിട്ട് ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ലെൻസ് എനിക്ക് എപ്പോൾ വെക്കുന്ന സമയത്തും ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ കുറേ കഴിയുമ്പോൾ അത് മാറും കേട്ടോ. കുറേ തവണയായി ഞാൻ വെക്കുന്നു, പക്ഷേ അപ്പോഴൊക്കെ എനിക്ക് ആദ്യമായി വെച്ച ഒരു ഫീലാണ്. അടുത്തത് നമ്മൾ കളർ കറക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു ഓറഞ്ച് കളർ കറക്ടറാണ് ഇവിടെ എടുത്തേക്കുന്നത്. എനിക്ക് ഡാർക്ക് സ്പോട്ടുകളുള്ള ഭാഗത്തൊക്കെ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഡാർക്ക് സർക്കിൾ ഉള്ളത് ഈ ഐയുടെ ആ ചുറ്റുമാണ് കേട്ടോ. അത് എത്രയൊക്കെ മാറ്റാൻ നോക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് ആ ഒരു ഐയുടെ ഏരിയയിലുള്ള ഡാർക്ക് സർക്കിൾ മാറുന്നില്ല. ഫസ്റ്റ് ഫോണിലുള്ള കളി, പിന്നെ എന്താ പറയുക, ഉറക്കക്കുറവ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കൊണ്ടും ഡാർക്ക് സർക്കിൾ വരും. പിന്നെ അല്ലാണ്ട് നമുക്ക് പാരമ്പര്യമായിട്ടൊക്കെ ഡാർക്ക് സർക്കിൾ കിട്ടാനൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലാണ്. എനിക്ക് ആ ഒരു വഴിക്കൊക്കെയാണ് ഈ ഒരു സംഭവം വന്നേക്കുന്നത്. അങ്ങനെ ഞാൻ ആ ഓറഞ്ച് കളർ കറക്ടർ ഇട്ട ഭാഗത്തൊക്കെ ഒരു സ്പഞ്ച് വെറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അത് ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്ന സാധനമായിട്ട് ഇത് മിക്സ് ആകും. അതുകൊണ്ട് ഇതൊന്ന് ലോക്ക് ചെയ്ത് സെറ്റാക്കി അവിടെ അടക്കി നിർത്തുന്നുണ്ട് നമ്മുടെ കളർ കറക്ടറിനെ. അടുത്തതായിട്ട് ഞാനൊരു ക്രീം ഫൗണ്ടേഷൻ എടുത്തിട്ട് ഈ ഐയുടെ ഭാഗത്ത് ഞാൻ ഫേസിൽ മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പായിട്ട് കൺസീലർ യൂസ് ചെയ്യാൻ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ക്രീം ഫൗണ്ടേഷനാണ് എടുത്തിരിക്കുന്നത്. അത് ഫേസിൽ മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും ഒരു സ്പഞ്ച് ഉപയോഗിച്ചിട്ട്, വെറ്റ് ചെയ്തിട്ടുള്ള സ്പഞ്ചാണ് കേട്ടോ, ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഡാബ് ചെയ്തിട്ട് എല്ലാം ഒന്ന് ഈവൻ ആക്കി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ക്രീം ഫൗണ്ടേഷനെയും ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ലൂസ് പൗഡർ എടുത്തിട്ട് നന്നായിട്ട് എവിടേക്കാണോ അപ്ലൈ ചെയ്തത് അല്ലെങ്കിൽ ഫേസ് മൊത്തമായിട്ട് ഞാനൊരു പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഷെയ്ഡിലുള്ള ഫൗണ്ടേഷൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ലിക്വിഡ് ഫൗണ്ടേഷനാണ്. അത് ഞാനൊരു ഫൗണ്ടേഷൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഫേസിൽ മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്റ്റെപ്പാണ്. നമ്മളിങ്ങനെ ആ ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്യുമ്പോൾ നല്ല സുഖമാട്ടോ ഫേസിന്. എല്ലായിടത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എവിടെയെങ്കിലും കൂടി പോകരുത്, കുറഞ്ഞു പോകരുത്. എല്ലായിടത്തും ഒന്ന് ഈവൻ ആക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൂസ് പൗഡർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് മൊത്തമായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. നമ്മൾ എന്തും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പൊക്കെ സ്പ്രെഡായി വൃത്തികേടാവാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ആ ഒരു സെറ്റ് ചെയ്ത് ആ ഒരു സമയം തന്നെ കാണുമ്പോൾ നമുക്ക് എന്തോ ഭൂതം പോലെയൊക്കെ തോന്നും. അത് കഴിഞ്ഞിട്ട് അത് നല്ല അബ്സോർബായി ഓക്സിഡൈസ് ആകുമ്പോൾ നമ്മുടെ സ്കിന്നിനോട് ഇണങ്ങിയ പോലെ നിൽക്കും. പെട്ടെന്ന് കാണുമ്പോൾ പേടിക്കും. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫൗണ്ടേഷനും ക്രീമും ഒക്കെ ഇട്ടതല്ലേ, നമ്മൾ നെക്സ്റ്റ് ഐബ്രോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഐബ്രോയുടെ മുകളിലൊക്കെ പ്രൊഡക്ട്സ് ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഞാനൊരു വൈപ്പ് യൂസ് ചെയ്തിട്ട് ഐബ്രോയുടെ മുകളിലുള്ളതൊക്കെ ഒന്ന് എടുത്ത് കളയുന്നുണ്ട് കേട്ടോ. ഐബ്രോ എഴുതുന്നതിൻ്റെ മുന്നേ ഞാനൊരു ഐബ്രോ കിറ്റിലുള്ള സ്പൂളി ബ്രഷ് വെച്ചിട്ട് ഐബ്രോ ആ ഒരു എങ്ങനെയാണോ ഷേപ്പ് അതിനനുസരിച്ചിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യാൻ കേട്ടോ. എനിക്കിതിൽ നോക്കിയിട്ട് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ മിറർ നോക്കിയിട്ട് ഐബ്രോ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഐബ്രോ ഒന്ന് എൻഹാൻസ് ചെയ്യാന്നുള്ളതാണ്. അത് നമ്മുടെ നേരത്തെ എടുത്തു വെച്ച ആ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൺസീലർ എന്താണെങ്കിലും അത് യൂസ് ചെയ്തിട്ട് ഐബ്രോയുടെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് നിങ്ങളൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. താഴെ ചെയ്തതുപോലെ തന്നെ മുകളിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഐബ്രോ ഒന്ന് എടുത്ത് നിൽക്കും. ഇപ്പോൾ ത്രെഡ് ചെയ്ത് വന്ന് എന്നുള്ള ആ ഒരു ലുക്കിൽ നമുക്ക് സംഭവം കിട്ടും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ കണ്ണിൻ്റെ മുകളിലേക്കും കൂടി ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഐ ഷാഡോ ഇടുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് പോപ്പപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഈ ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഇത് നിങ്ങളെല്ലാ വീഡിയോയിലും കണ്ടിട്ടുണ്ടാകും. അതിന്ന് ഞാനൊരു ട്രാൻസിഷൻ കളർ എടുത്തിട്ട് ഫസ്റ്റ് ഒന്ന് ക്രീസ് ലൈനിൻ്റെ മുകളിലായിട്ടൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഡ്രസ്സിൻ്റെ കളറിൻ്റെ മാച്ച് ചെയ്തിട്ടുള്ള ഒരു ഐ ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടി ഡാർക്കറായിട്ടാണ്, ഗ്ലിറ്ററി വന്നിട്ട് ഡാർക്കറായിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഐ കുറച്ച് ഡാർക്കറായിട്ട് ലിപ്പ് കുറച്ച് ഡിമ്മാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഒരു ഗ്രീൻ ഐ ഷാഡോ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഐ ഷാഡോ പാലറ്റിലുള്ള ഒരു ഗ്ലിറ്റർ, എൻ്റെ കയ്യിൽ ഗ്രീൻ ഗ്ലിറ്റർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിന് ഏകദേശം മാച്ചായിട്ടുള്ളൊരു ഗ്ലിറ്റർ എടുത്തിട്ട് അവിടെ ഇന്നർ കോർണർ ടു ഐബോളിൻ്റെ അവിടെ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മസ്കാര ആപ്ലിക്കേഷനാണ്. ഇതൊരു അടിപൊളി മസ്കാരയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട്. നല്ലൊരു വോളിയം തോന്നിക്കും കേട്ടോ. ലാഷസിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാനൊരു ലാഷസ് വെച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ലാഷസ് എന്ന് പറയുന്നത് യൂറോ പാരിസിൻ്റെ ലാഷാണ് കേട്ടോ. അടിപൊളിയാണിത്. അപ്പോൾ ഞാൻ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അടുത്തതും കൂടി ഒന്ന് അപ്ലൈ ചെയ്യണം. ഡിഫറൻസ് കണ്ടില്ലേ? ലാഷസ് വെക്കുമ്പോൾ തന്നെ ഒരു രസം. ചില ബ്രൈഡിന് ലാഷസ് ഇഷ്ടമല്ല പറയട്ടോ, പക്ഷേ എനിക്ക് ഭയങ്കര ലൈക്കാണ് ലാഷസ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ എനിക്കൊന്നും തീരെ പീലിയില്ല കേട്ടോ. ചിലർക്ക് നല്ല പീലി ഉണ്ടാകും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ആ ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് എടുത്തിട്ട് ലോവർ ലിഡിൻ്റെ അതിലൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ബ്ലഷാണ്. ബ്ലഷിൻ്റെ ഒരു പാലറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിന്ന് ചെറുതായിട്ട് ഇട്ടോ എന്നാൽ ഇട്ടു, എന്നാൽ ഇട്ടില്ലേ എന്നാൽ ഇട്ടില്ല എന്ന രീതിക്കാണ് ഞാൻ ബ്ലഷ് ഇടാറുള്ളത്. എനിക്ക് ഓവർ ബ്ലഷ് ഇഷ്ടമല്ല, എന്നാലും ചെറിയൊരു ടിൻറ്റ് ലൈക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് മുകളിലേക്കായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫേസ് ഒന്ന്
എന്താ പറയുക ഒന്ന് മുകളിലോട്ടായ രീതിക്കാവുകയും ചെയ്യും. അങ്ങനെ ഒരു രീതിക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അടുത്തത് ഞാൻ ഹൈലൈറ്റർ ആപ്ലിക്കേഷനാണ്. അതിനും ഞാനൊരു പാലറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് എവിടേക്കാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ആ ഭാഗത്തൊക്കെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു തിളക്കം എനിക്ക് ലൈക്കാണ്, അതുകൊണ്ട് ഞാൻ മൊത്തത്തിലൊന്നാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ബോണിൻ്റെ ആ ഒരു ഭാഗത്തും ചീക്ക് ബോണിൻ്റെ ആ ഒരു ഏരിയ, പിന്നെ നോസിൻ്റെ ആ ഒരു ഭാഗത്ത്, പിന്നെ നെറ്റിയുടെ ആ ഒരു ഭാഗം അവിടെയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡ്രസ്സ്. ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഡ്രസ്സിന് മാച്ച് ചെയ്ത ഐ ലുക്കാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം എനിക്ക് ലൈക്കായിട്ടുണ്ടായിരുന്നു നേരിട്ട് കാണാൻ. ഞാൻ തന്നെ ചെയ്തുകൊണ്ട് പറയല്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു കളറാണ്. എനിക്ക് കുറച്ച് ഡിമ്മായിട്ടുള്ള കളർ മതി എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു കളറ് മിക്സ് ചെയ്ത് ഉണ്ടാക്കി. പക്ഷേ എന്നാലും എനിക്കൊന്ന് വേറൊരു കളറും കൂടി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മിക്സിംഗ് പാലറ്റിൽ ഏതൊക്കെയോ കളർ എടുത്തിട്ട് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് ലൈറ്ററാക്കുക, ഒരു ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് സെറ്റായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ കളിച്ചാൽ പണി പാളും എന്നുള്ളത് കൊണ്ടും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്തു ഗൈസ്. അടുത്തത് പറയുന്നത് ഞാനൊരു പൊട്ട് വെച്ച് കൊടുത്തു കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ എനിക്ക് ഇതിന് കറക്റ്റ് മാച്ച് ചെയ്തിട്ടുള്ള കമ്മലോ മാലോ അങ്ങനെയൊന്നും കിട്ടിയില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വൈറ്റ് സ്റ്റോണുള്ള ഒരു സ്റ്റഡ് എടുത്തിട്ടുണ്ട്. അതാണ് ഞാനിതിന് പെയർ ചെയ്ത് കൊടുക്കുന്നത്. വേറെ ഒന്നും തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പം ഇത് വലിയ കുഴപ്പമില്ല എന്ന് തോന്നി ഇട്ടപ്പം. അപ്പോൾ അതാണ് ഞാൻ സ്റ്റൈൽ ചെയ്തത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാലയാണ് കേട്ടോ. മാലയും എൻ്റെ കയ്യിൽ ഉള്ളത് ഞാൻ ഒപ്പിച്ച് എടുത്തിട്ടുണ്ട്. എൻ്റെ പാർട്ടിക്ക് ഞാൻ ഇതൊക്കെയായിരുന്നു പെയർ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നത്. മേക്കപ്പ് ഒന്നുമില്ല, പക്ഷേ കമ്മലും മാലയും ഒക്കെ ഇത് തന്നെയായിരുന്നു കേട്ടോ. കൊറോണ സമയത്തുള്ള കല്യാണം ആയതുകൊണ്ട് വലിയ പരിപാടികൾ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ബഡ്ജറ്റ് എങ്ങനെയൊക്കെ ചുരുക്കാം അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പാർട്ടിക്ക് ഫുൾ സെറ്റ് ചെയ്ത് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സും എല്ലാം കൂടി എനിക്കൊരു 3000 ആ ഒരു സംതിങ് അതിൻ്റെ ഉള്ളിലേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം ഞാൻ നമ്മുടെ മേക്കപ്പ് ഒലിച്ചു പോകരുതല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു സെറ്റിംഗ് സ്പ്രേ എടുത്തിട്ട് ഫേസിൽ നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവണം. അതൊന്ന് അവിടെ നിന്ന് ഡ്രൈ ആവട്ടെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹെയറാണ്. ഹെയർ ഞാനൊന്ന് ജസ്റ്റ് ഫ്രണ്ടിൽ മാത്രം ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് മറ്റൊരാൾക്ക് കെട്ടി കൊടുക്കാൻ പറ്റും, പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് കെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാക്കിലേക്കൊന്നും അങ്ങനെ കാണില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങ് കെട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ആണെങ്കിൽ എനിക്ക് ചേരുന്ന ഹെയർ സ്റ്റൈൽ കണ്ടുപിടിക്കാനും കുറച്ച് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് എനിക്ക്. അങ്ങനെ ഞാൻ ഒന്നായിട്ട് ബാക്കോട്ടേക്ക് വെച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ എനിക്കത് ലൈക്കായില്ല. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ടൊന്ന് ഫ്രൈഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഒരു വെറൈറ്റി, ഒരു രസമുണ്ടെന്ന് തോന്നി. അങ്ങനെ ഞാൻ വൺ സൈഡ് ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ അതൊരു ലൈക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ 2 സൈഡും അത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഫ്രണ്ടിലോട്ടിട്ട ഹെയറൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക്. ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ മൊത്തത്തിൽ ചെയ്തത്. ഹെയർ ആക്സസറീസ് കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പം അതൊന്നും യൂസ് ചെയ്യാതെയാണ് ഞാൻ ഹെയർ ചെയ്തത്. ഫ്രണ്ടിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ബാക്കിൽ അതും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഹെയർ സ്റ്റൈലാണിത്. ഈ ബ്രൈഡിങ് ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ മേക്കപ്പ് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സെറ്റിംഗ് സ്പ്രേയും കൂടി അടിച്ചിട്ട് ഈ എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. സെറ്റിംഗ് സ്പ്രേ അല്ല കേട്ടോ, ജസ്റ്റ് ഒരു ഷൈനിങ് സ്പ്രേ ആണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ഹെയറൊക്കെ ഒന്ന് ഷൈൻ ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ തന്നെ ചെയ്തുകൊണ്ട് പറയുമല്ല. അപ്പോൾ ഹെയറൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിൽ എന്തെങ്കിലും ആക്സസറീസ് കാര്യങ്ങളൊക്കെ വെക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ.